നമസ്കാരം. വിദേശത്ത് ജോലിക്കായി പോകുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. വിദേശത്ത് നിൽക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് എന്ന് പാടുമ്പോൾ അതിന് നിലവിൽ നികുതി അടയ്ക്കുന്നതാരെന്നുകൂടി അന്വേഷിക്കുന്നത് നന്നായിരിക്കും. കാരണം ഭൂമി കൈവശം വച്ചിരിക്കുന്നവരുടെ പേരിൽ നികുതി അടച്ചു കൊടുക്കാനുള്ള പുതിയ തീരുമാനം സർക്കാർ എടുത്തിരിക്കുകയാണ്. ഇനി കൈവശക്കാരനെ ഉടമസ്ഥനായി കണക്കാക്കും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഭൂനികുതി ഈടാക്കും. ഭൂനികുതി അടയ്ക്കുന്നവരാണല്ലോ ഭൂമിയുടെ ഉടമസ്ഥൻ. നമ്മുടെ ഭൂമി ഏതു നിമിഷവും നഷ്ടപ്പെടാം. അത് തടയാൻ ആരെയാണ് സമീപിക്കേണ്ടത്? അതുപോലെ നമ്മുടെ കൈവശമുള്ള അധിക ഭൂമിക്ക് നികുതി അടയ്ക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരം വിഷയങ്ങളാണ് ഇന്ന് ലീഗൽ പ്രിസം പറയാൻ ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് ലീഗൽ പ്രിസം ലോ മെയ്ഡ് ഈസി. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കൃത്യമായി അളന്നു തിട്ടപ്പെടുത്തി വാങ്ങുന്ന നമ്മൾ ഭൂമി മാത്രം കൃത്യമായി അളന്നു തിട്ടപ്പെടുത്തി വാങ്ങുന്നില്ല. കൃത്യമായ അതിരളവുകൾ ആധാരത്തിൽ രേഖപ്പെടുത്തുന്നില്ല. ഭൂമി സംബന്ധമായ രേഖകൾ തയ്യാറാക്കുമ്പോൾ അതിൽ ഓരോ തുണ്ട് ഭൂമിക്കും ഉണ്ടായിരിക്കേണ്ട 22 അടിസ്ഥാന വിവരങ്ങൾ അതിൽ കൃത്യമായി അളന്നു തിട്ടപ്പെടുത്തി രേഖപ്പെടുത്തിയിരിക്കണം. എന്നാൽ ഇത് കൃത്യമായി പാലിക്കാതെ അഴകുഴമ്പൻ രീതിയിൽ ആധാരം എഴുതുന്നവരുണ്ട്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ അയൽക്കാരൻ്റെ വസ്തുവിൽ നിന്നും കുറച്ച് പിടിച്ചെടുത്ത് കൈവശം വെച്ചാൽ അത് ഭാവിയിൽ നമ്മുടെ സ്വന്തമാകും എന്ന നിയമവശം കണക്കിലെടുത്താണ്. ഭൂമി സംബന്ധമായ രേഖകൾ തയ്യാറാക്കുമ്പോൾ അതിൽ ഓരോ തുണ്ട് ഭൂമിക്കും ഉണ്ടായിരിക്കേണ്ട 22 അടിസ്ഥാന വിവരങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കണം എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ രേഖപ്പെടുത്താതെ ഇരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ രേഖപ്പെടുത്താതെ തയ്യാറാക്കുന്ന ആധാരത്തിന് നിയമത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. നിയമം കൃത്യമായി അനുസരിക്കാതെ തയ്യാറാക്കുന്ന ആധാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടാൽ അത് അസാധുവായി പോകും. കാരണം പബ്ലിക് പോളിസിക്കെതിരായി തയ്യാറാക്കുന്ന രേഖകൾ അസാധുവായിരിക്കുമെന്ന് കരാർ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് ആധാരത്തിൽ ഓരോ തുണ്ട് ഭൂമിയെ സംബന്ധിച്ചും 22 വിവരങ്ങൾ രേഖപ്പെടുത്താതെ ആധാരം ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ സമീപ പ്രദേശങ്ങളിലെ ഭൂമി കൂടി പിടിച്ചെടുത്ത് നമ്മുടെ ഭൂമിയാണെന്ന് സ്ഥാപിക്കാനാണ്. എന്നാൽ അത്തരം കള്ളത്തരങ്ങൾ നിയമവേദിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ പിടിവീഴും. സിവിലായും ക്രിമിനലായും കേസ് വരും. നിയമം ഇങ്ങനെയൊക്കെയാണെങ്കിലും അയൽക്കാരുടെ ഭൂമി കയ്യേറി കൈവശം വയ്ക്കുന്നവരുടെ എണ്ണം നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലാണ്. ഇങ്ങനെ കൈവശം വച്ചിരിക്കുന്ന ഭൂമിക്ക് പറയുന്ന പേര് വളവിൽ കൂടുതൽ, അളവിൽ കൂടുതൽ, പുതുവൽ ഭൂമി എന്നൊക്കെയാണ്. മലബാർ പ്രദേശത്ത് വിരിവ് എന്ന് പറയും. ഈ ഭൂമിക്ക് ടൈറ്റിൽ രേഖ കാണില്ല. ആധാരമാണല്ലോ ടൈറ്റിൽ രേഖ. ആധാരപ്രകാരം ആ സ്ഥലം അയൽക്കാരൻ്റേതായിരിക്കും, അല്ലെങ്കിൽ മറ്റു വല്ലവരുടെയും ആയിരിക്കും, ചിലപ്പോൾ സർക്കാരിൻ്റേതായിരിക്കും. ഭൂമി മാത്രം കയ്യേറി കൈവശം വെച്ചിട്ടുണ്ടാകും. രേഖ ഒന്നും കാണില്ല. അതുകൊണ്ട് നികുതി കിട്ടില്ല. അത്തരം കയ്യേറ്റക്കാരന് അവകാശം നൽകുന്ന ഒരു സർക്കാർ തീരുമാനം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. വളരെ വർഷങ്ങളായി ഭൂമി കൈവശം വെച്ചിരിക്കുകയാണ്. തർക്കമില്ല. എന്നാൽ ടൈറ്റിൽ രേഖ ഇല്ലാത്തതിനാൽ നികുതി കെട്ടാൻ കഴിയാതെ ഇരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഇതൊരു ആശ്വാസമാണ്. ഇനി മുതൽ നികുതി കെട്ടാം. എന്നാൽ തർക്കം വരികയാണെങ്കിൽ പെടും. അയൽക്കാരൻ്റെ ഭൂമി കയ്യേറി കൈവശം വയ്ക്കുന്നവർക്ക് അത് തലവേദനയാകും. സർക്കാർ ഭൂമിയാണെങ്കിൽ അഴിയെണ്ണേണ്ടി വരും. റവന്യൂ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള 2025 7-ാം നമ്പർ ഉത്തരവാണിത്. 2025 ജനുവരി 13 ഈ ഉത്തരവ് വന്നിട്ടുള്ളത്. ഇതിൽ ഡിജിറ്റൽ സർവേയെക്കുറിച്ചാണ് പ്രധാനമായും പറയുന്നത്. ഇതിൽ എന്തിരിക്കുന്നു എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇതിൽ ചില നിയമപ്രശ്നങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഡിജിറ്റൽ സർവേ നടന്നു വരികയാണ്. ഓരോ തുണ്ട് ഭൂമിയും ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വളരെ കൃത്യമായി സർവേ ചെയ്ത് രാജ്യത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഭാരത സർക്കാർ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത്. മറ്റു സ്റ്റേറ്റുകളിലും ഇത് നടപ്പിലാക്കി വരുന്നുണ്ട്. ഇനി ഈ ഡിജിറ്റൽ ഡേറ്റാബേസ് ഉപയോഗിച്ചായിരിക്കും ഭൂമിയുടെ കൈമാറ്റം, തർക്കം ഇവയൊക്കെ പരിശോധിക്കുന്നത്.
രാജ്യത്തിൻ്റെ സാമ്പത്തിക ആസൂത്രണത്തിനും ഈ ഡിജിറ്റൽ വിവരങ്ങൾ അടിസ്ഥാനമാക്കും. ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഡിജിറ്റൽ സ്കെച്ചുകൾ നിലവിലുള്ള തണ്ടപ്പേരുകളുമായി സംയോജിപ്പിക്കും. തണ്ടപ്പേർ എന്ന് വെച്ചാൽ ഭൂമിക്ക് നികുതി അടയ്ക്കുന്ന ആളിൻ്റെ പേര് എന്ന് മനസ്സിലാക്കിയാൽ മതി. സാധാരണ ഉടമസ്ഥരായിരിക്കും നികുതി അടയ്ക്കുന്നത്. ഈ ഉടമസ്ഥരുടെ പേരുമായി ഡിജിറ്റൽ സ്കെച്ച് കൂട്ടിച്ചേർക്കും. ഇങ്ങനെ കൂട്ടിച്ചേർത്ത വിവരം നോട്ടിഫൈ ചെയ്യും. ഈ നോട്ടിഫിക്കേഷനിൽ തർക്കമൊന്നും വന്നില്ലെങ്കിൽ ഇത് അന്തിമമായി തീർച്ചപ്പെടുത്തും. ഇങ്ങനെ ഓരോ തുണ്ട് ഭൂമിയുടെയും ഉടമസ്ഥരെ കൂട്ടിച്ചേർത്ത ഡിജിറ്റൽ സ്കെച്ചായിരിക്കും ഭാവിയിൽ വസ്തു കൈമാറ്റത്തിന് അടിസ്ഥാന രേഖയായി കണക്കാക്കുക. വസ്തു വിൽപ്പന നടത്തുമ്പോൾ നമ്മൾ തന്നെ വസ്തു ഡിജിറ്റൽ സർവേ ചെയ്ത് സ്കെച്ച് ഹാജരാക്കണം. ഇത് ഇലിംസ് എന്ന സങ്കേതത്തിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇലിംസ് എന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. റവന്യൂ, രജിസ്ട്രേഷൻ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഇലിംസ് എന്ന ഈ ഡേറ്റാബേസ് റൺ ചെയ്യുന്നത്. എൻ്റെ ഭൂമി പോർട്ടലിലാണ് ഇത് ലഭ്യമാകുന്നത്. ഡിജിറ്റൽ സ്കെച്ച് തയ്യാറാക്കി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. അതിൽ നിന്നും ഉടമയുടെ പേരുവിവരം രേഖപ്പെടുത്തിയ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് ഡൗൺലോഡ് ചെയ്തെടുക്കാനാകും. ഇതിൻ്റെ കൂടുതൽ സാങ്കേതിക കാര്യങ്ങൾ മറ്റൊരു സെഗ്മെൻറ്റിൽ പറയാം. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് നിലവിലുള്ള ഭൂമിയുടെ ഡിജിറ്റൽ സർവേ സ്കെച്ച് എങ്ങനെയാണ് നിലവിലുള്ള ഉടമസ്ഥരുടെ പേരിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഇവിടെ സെക്ഷൻ 13 നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ഭൂമി OTV എന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ഉടമസ്ഥരുടെ പേരിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. എന്താണ് OTV? വൺ ടൈം വേരിഫിക്കേഷനെയാണ് OTV എന്ന് പറയുന്നത്. ഈ വേരിഫിക്കേഷൻ ചെയ്യുന്നത് ആരാണ്? ഭൂമി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ വില്ലേജ് ഓഫീസറാണ് ഈ വേരിഫിക്കേഷൻ ചെയ്തു തരുന്നത്. അതിരടയാള നിയമപ്രകാരമാണ് ഇത് ചെയ്യുന്നത്. ഡിജിറ്റലി പ്രിപ്പയർഡ് പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് ഇൻകോപ്പറേറ്റിംഗ് തണ്ടപ്പേർ ഡീറ്റെയിൽസ് എന്നാണ് ഇതിന് പേര് പറയുന്നത്. എൻ്റെ ഭൂമി പോർട്ടൽ വഴി ഇത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. വില്ലേജ് തലത്തിൽ വെരിഫിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ DBTR എന്ന് വെച്ചാൽ ഡിജിറ്റൽ ബേസിക് ടാക്സ് രജിസ്റ്റർ ഉപയോഗിച്ചായിരിക്കും ഭൂനികുതി സ്വീകരിക്കുക. നികുതി വിവരം രേഖപ്പെടുത്താൻ തണ്ടപ്പേർ അക്കൗണ്ടും ഉണ്ടായിരിക്കും. ഈ സർക്കാർ ഉത്തരവിൽ പറയുന്നത് പ്രകാരം ഡിജിറ്റൽ സർവേ അടിസ്ഥാനമാക്കിയുള്ള പുതിയ സർവേ നമ്പറുകൾ ഭൂമിക്ക് അസൈൻ ചെയ്യും. അതോടെ പഴയ സർവേ നമ്പറുകൾ ഇല്ലാതാകും. നമ്മുടെ ആധാരത്തിൽ പഴയ സർവേ നമ്പറുകളാണല്ലോ ഉള്ളത്. അത് എന്തു ചെയ്യും എന്നൊരു സംശയം നമുക്ക് വരാം. ബാങ്കിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ ഒക്കെ നികുതി രസീത് കാണിക്കുമ്പോൾ ഇത് പ്രശ്നമാകില്ലേ? ഇല്ല. ഇങ്ങനെ ഒരു സംശയം ഒഴിവാക്കാനായി നികുതി രസീതിൽ പഴയ സർവേ നമ്പറുകളും കൂടി കോറിലേറ്റ് ചെയ്തിരിക്കും. ഇനി മുതൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ നികുതി രസീതിന് മുകളിൽ ദിസ് ലാൻഡ് ടാക്സ് റെസിപ്റ്റ് സെർവ്സ് ഓൺലി ഫിസ്ക്കൽ പർപ്പസ് എന്നൊരു റിമാർക്ക് ജനറേറ്റ് ചെയ്ത് വരും എന്നതാണ്. എന്താണിത്? ഭൂനികുതി ഒടുക്കി എന്നത് ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച രേഖയല്ല എന്ന് ലീഗൽ പ്രിസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ വീഡിയോ. നികുതി രസീതിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അത് എപ്പോഴെങ്കിലും കാണുമല്ലോ. ഭൂനികുതി രസീത് ഭൂമിയുടെ ഉടമസ്ഥത തെളിയിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നുണ്ട്. ലീഗൽ പ്രിസം ഈ നിയമം ചൂണ്ടിക്കാട്ടിയപ്പോൾ ചില വ്യൂവേഴ്സ് എന്നോട് ശണ്ട പിടിക്കാൻ വന്നിരുന്നു. ഭൂനികുതി രസീത് കാണിച്ചാൽ ലോൺ കിട്ടുന്നുണ്ട്, കോടതിയിൽ നിന്നും ജാമ്യം കിട്ടുന്നുണ്ട്, പോലീസ് സ്റ്റേഷൻ ജാമ്യം അനുവദിക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ്? അവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ? ഭൂനികുതി അടച്ചു എന്നത് ഉടമസ്ഥതയുടെ ഒരു പ്രതിഫലനം മാത്രമാണ്. ജാമ്യം അനുവദിക്കുന്ന കേസിലായാലും ബാങ്ക് ലോൺ ലഭിച്ച കേസിലായാലും നടപടി വന്നാൽ അവിടെ വെച്ച നികുതി രസീതിലേക്കല്ല നടപടി വരുന്നത്, ജാമ്യക്കാരൻ്റെ മൊത്തം സ്വത്തിലേക്കാണ്. ജാമ്യം നിൽക്കുന്നയാളിന് സോൾവൻസി ഉണ്ടോ എന്നാണ് കോടതിയും പോലീസുമൊക്കെ നോക്കുന്നത്. അല്ലാതെ ആ നികുതി രസീതിലെ ഭൂമി ജപ്തി ചെയ്യാം എന്നല്ല. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ദിസ് ലാൻഡ് ടാക്സ് റെസിപ്റ്റ് സെർവ്സ് ഓൺലി ഫിസ്ക്കൽ പർപ്പസ് എന്ന റിമാർക്കിനെ കുറിച്ചാണ്. ഇവിടെ ഈ ലാൻഡ് ടാക്സ് റെസീപ്റ്റ് ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച രേഖയായി ആരും തെറ്റിദ്ധരിക്കരുതേ എന്ന അഭ്യർത്ഥനയാണ്. സർക്കാരിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ മുൻനിർത്തി ഭൂനികുതി സ്വീകരിച്ചു എന്ന് മാത്രമാണ് ഈ രസീത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ആ എഴുതി വച്ചിരിക്കുന്നത്. ഭൂമിയുടെ അവകാശത്തെ സംബന്ധിച്ച് തർക്കമുള്ളവർക്ക് അത് LRM കംപ്ലൈൻ്റായി വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം.
എന്താണ് LRM കംപ്ലൈൻറ്റ്? ലാൻഡ് റെക്കോർഡ്സ് മെയിൻ്റനൻസ് കംപ്ലൈൻറ്റ്. ഇതിനെക്കുറിച്ച് വിശദമായി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് കാണുമല്ലോ. ലാൻഡ് റെക്കോർഡ്സ് മെയിൻ്റനൻസിൽ തർക്കമുള്ളവർ കംപ്ലൈൻറ്റായി അത് രജിസ്റ്റർ ചെയ്യണം. ഈ കംപ്ലൈൻറ്റിനെ അടിസ്ഥാനമാക്കി കളർ കോഡ് ഉപയോഗിച്ച് ഡിജിറ്റൽ സ്കെച്ചുകളിൽ മാറ്റം വരുത്തും. സിമ്പിളായ തർക്കങ്ങൾ, അതായത് പേരിലെ തെറ്റ്, ഉടമസ്ഥതയെ ബാധിക്കാത്ത മറ്റ് തെറ്റുകൾ, ഇവ പച്ച കളർ കോഡ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യും. സർക്കാർ ഭൂമിയുടെ ഭാഗം കൈവശം വെച്ചിട്ടുള്ള കേസുകളിൽ ചുവപ്പ് കളർ കോഡാണ് ഉപയോഗിക്കുന്നത്. അയൽക്കാരുമായി അതിർത്തി തർക്കമുണ്ടായാൽ മഞ്ഞ കളർ കോഡ് ഉപയോഗിക്കും. തർക്കത്തിൻ്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് കളർ കോഡും മാറും. ഈ സ്കെച്ച് കാണുന്നവർക്ക് വസ്തുവിൻ്റെ ഉടമസ്ഥതയിൽ തർക്കമുണ്ട് എന്ന് ഉടൻ മനസ്സിലാക്കാനാകും. അയൽക്കാരനുമായി തർക്കം വന്നാൽ സ്കെച്ച് പ്രിൻ്റ് എടുക്കുമ്പോൾ സ്കെച്ച് ഈസ് സബ്ജക്റ്റ് ടു ചേഞ്ചസ് ആസ് DLRM ഈസ് പെൻഡിങ് എന്നും രേഖപ്പെടുത്തി വരും. എന്നുവെച്ചാൽ അത്തരം രേഖകൾ ബാങ്ക് ലോണിനും മറ്റും ഉപകാരപ്പെടില്ല എന്ന്. അത്തരം വസ്തുക്കൾ കൈമാറാനോ വിൽക്കാനോ തടസ്സം വന്നേക്കാം. നമ്മുടെ കയ്യിലുള്ള ഭൂമിയിൽ 1/2 സെൻറ്റോളം സർക്കാർ തോട് പുറമ്പോക്കാണ് എങ്കിൽ ആരും കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യില്ലല്ലോ എന്നൊരു സംശയം വരാം. അവിടെ സർക്കാരാണ് കംപ്ലൈനൻറ്റ്. സർക്കാരിനു വേണ്ടി വില്ലേജ് ഓഫീസറാണ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നത്. ഗവൺമെൻറ് DLRM കംപ്ലൈൻറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്ന കേസുകളിൽ സ്കെച്ച് പ്രിൻ്റ് എടുക്കുമ്പോൾ സ്കെച്ച് ഈസ് സബ്ജക്റ്റ് ടു ചേഞ്ചസ് ആസ് ഗവൺമെൻറ് DLRM ഈസ് പെൻഡിങ് എന്ന് രേഖപ്പെടുത്തി വരും. ഈ തർക്കം നീങ്ങിയാൽ മാത്രമേ നമ്മുടെ വസ്തുവിൻ്റെ ശരിയായ അവകാശം അനുസരിച്ച് മുന്നോട്ടു പോകാനാകൂ. എന്നുവെച്ചാൽ അയൽക്കാരൻ്റെ വസ്തുവോ സർക്കാരിൻ്റെ സ്ഥലമോ അനധികൃതമായി കൈവശം വയ്ക്കാമെന്ന് വിചാരിച്ചാൽ അത് ദോഷമായി വരും എന്ന് മനസ്സിലാക്കാം. അൺഫെയർ എൻറിച്ച്മെൻറ്റ് നിയമം ഏറ്റവും വെറുക്കുന്ന സംഗതിയാണ്. അന്യൻ്റെ വിയർപ്പിൽ നിന്നും അന്നമുണ്ണുക, അർഹതയില്ലാത്ത മുതൽ കൈക്കലാക്കുക, ഇവയൊന്നും നിയമം അംഗീകരിക്കുകയില്ല. അയൽക്കാരൻ്റെ വസ്തു കയ്യേറുന്നത് ഗുരുതരമായ കുറ്റമായി കോടതികൾ കണക്കാക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ. സർക്കാർ ഉത്തരവ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. താങ്ക് യു. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലവ് മേഡീസ്.